ദൈവമാതാവിൻ്റെ ജനന തിരുനാൾ ഒരുക്കമായ 8 നോമ്പിലെ തിരുവചന ധ്യാനം 2-ാം ദിവസം സെപ്റ്റംബർ 2. ഇന്നത്തെ സുവിശേഷ ഭാഗം ലൂക്ക 1:26 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ദൈവമാതാവിനോടുള്ള അറിയിപ്പാണ് ഈ തിരുവചന ഭാഗത്തിൻ്റെ ഉള്ളടക്കം. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന അഭിസംബോധനയോടെയാണ് ദൈവദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്നത്. അതായത് ദൈവകൃപയാണ് മറിയത്തെ ധന്യയും ഭാഗ്യവതിയുമാക്കി തീർത്തത്. ദൈവം അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവൾ സദാ ദൈവ സാന്നിധ്യത്തിലും ആയിരുന്നു. മാത്രമല്ല, ദൈവം തൻ്റെ മുൻ നിശ്ചയപ്രകാരം മറിയത്തോട് വലിയൊരാത്മബന്ധം സ്ഥാപിച്ചിരുന്നു. പാപം മൂലം മനുഷ്യന് നഷ്ടപ്പെട്ട പറുദീസായിലെ ദൈവ സാന്നിധ്യം കർത്താവ് കൂടെയുള്ള ഈ കന്യകയുടെ സഹകരണം വഴി തൻ്റെ തിരുകുമാരനിലൂടെ ദൈവജനത്തിന് വീണ്ടും നൽകപ്പെട്ടു. മാത്രമല്ല, പാപം മൂലം ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് മരണത്തിനധീനനായ മനുഷ്യന് മറിയത്തിൻ്റെ സഹകരണത്താൽ യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യമായ ഉടമ്പടി ബന്ധത്തിലൂടെ പുതുജീവ സമൃദ്ധിയിലേക്കുള്ള പാത തുറക്കപ്പെട്ടു. കർത്താവ് കൂടെയുള്ളവരിലൂടെ അനേകർക്ക് ദൈവ സാന്നിധ്യ അനുഭവം പകരാനും ദൈവവുമായുള്ള ബന്ധം ഉറപ്പിക്കുന്നതിനും ഇടയാകുമെന്ന സത്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം. സ്വജീവിതത്തിലൂടെ ഇത് സാധ്യമാകുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. കൃപ നിറഞ്ഞ മറിയത്തിൻ്റെ സഹായത്തോടെ ദൈവകൃപയോട് സഹകരിച്ച് ദൈവ സാന്നിധ്യ അനുഭവത്തിലും ദൈവവുമായുള്ള ബന്ധത്തിലും സ്വയം വളരാനും മറ്റുള്ളവർക്ക് പ്രചോദനമരുളാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവദൂതൻ്റെ അഭിസംബോധനയുടെ അർത്ഥം മനസ്സിലാകാതെ മറിയം വളരെ അസ്വസ്ഥയായി. ദൈവദൂതൻ അഥവാ ദൈവം സന്ദർശിച്ചവരെല്ലാം അവിടുത്തെ സാന്നിധ്യത്തിൽ അസ്വസ്ഥരാകുന്നതായി വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നു. മഹോന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ബലഹീനനായ മനുഷ്യന് സംഭ്രമിക്കാതിരിക്കാനാവില്ല. മാലാഖ തുടർന്നു, മറിയമേ, ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവൻ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല. ഈ വാക്യങ്ങൾ മറിയത്തിൽ ജനിക്കാനിരിക്കുന്ന ശിശു ആരായിരിക്കുമെന്ന് വ്യക്തമാക്കുന്നു. അവൻ ദാവീദിൻ്റെ ഗോത്രജനായിരിക്കും. ദാവീദിനോട് ദൈവം ചെയ്ത വാഗ്ദാനം 1 ദിനവൃത്താന്തം 17:11 മുതൽ 15 വരെ, 2 സാമുവേൽ 7:12 മുതൽ 17 വരെ. ഈ വാഗ്ദാനം അവനിൽ പൂർത്തിയാക്കപ്പെടുകയും ചെയ്യുമെന്ന് ദൈവദൂതൻ മറിയത്തിന് ഉറപ്പു നൽകി. ഞാൻ പുരുഷനെ അറിയുന്നില്ല, പിന്നെ ഇതെങ്ങനെ സംഭവിക്കും? മറിയം ദൂതൻ്റെ വാക്കുകൾ അവിശ്വസിക്കുകയായിരുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കുമെന്ന അവളുടെ സംശയം ദൈവത്തിരുമുമ്പിൽ തുറന്നുവെച്ചു എന്ന് മാത്രം. മറിയത്തിൻ്റെ സംശയത്തിന് മാലാഖ നൽകുന്ന മറുപടിയിലൂടെ യേശു ആരാണെന്ന് വീണ്ടും അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ആഴമായ വിശ്വാസ സമർപ്പണമാണിത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് മറിയം സമർപ്പിച്ച നിമിഷം
മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത, മനുഷ്യയുക്തിക്കതീതമായ ഒരു രഹസ്യം അവളെ ആവരണം ചെയ്തു. അത്യുന്നതൻ്റെ ശക്തി അവളുടെ മേൽ ആവസിച്ചു. വചനം അവളിൽ മാംസം ധരിച്ചു. അങ്ങനെ പ്രപഞ്ച സൃഷ്ടാവ് ലക്ഷ്യം വെച്ചതും മനുഷ്യൻ്റെ പാപം മൂലം നഷ്ടപ്പെടുത്തിയതുമായ ജീവൻ്റെ സമൃദ്ധി മനുഷ്യന് കരഗതമാകുന്നതിന് മറിയത്തിൻ്റെ സഹകരണത്തിലൂടെ ഇടയായി. വചനത്തോട് ആമേൻ പറഞ്ഞുകൊണ്ട് സ്വയം സമർപ്പിക്കുന്നവരിലെല്ലാം ഈ അത്യുന്നതൻ്റെ ശക്തി അഥവാ പരിശുദ്ധാത്മാവ് ആവസിക്കും. വിസ്മയനീയ കാര്യങ്ങൾ ദൈവം അവരിലൂടെ പ്രവർത്തിക്കും. പരിശുദ്ധാമ്മയുടെ സഹായത്തോടെ നമുക്കും സമ്പൂർണ്ണ സമർപ്പണഭാവത്തോടെ വചനം സ്വീകരിക്കുന്നവരാകാൻ പരിശ്രമിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ വിസ്മയനീയ ശക്തിയും ചൈതന്യവും നമ്മിൽ നിറയുന്നതിനും കൃപയുടെ നിറവിൽ ജീവിച്ച് കൃപയുടെ നീർച്ചാലുകളായി മാറുന്നതിനും നമുക്ക് പരിശ്രമിക്കാം. അന്നത്തെ പശ്ചാത്തലത്തിൽ തനിക്ക് വരാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഉടനടി ഇപ്രകാരമൊരു സമർപ്പണം, സമ്പൂർണ്ണ സമർപ്പണം നടത്തുവാൻ ഇത്രയും ചെറുപ്പത്തിലെ മറിയത്തിന് എങ്ങനെ കഴിഞ്ഞു? ഖുറാനിൽ നിന്ന് ഇതിന് തൃപ്തികരമായ ഒരു മറുപടി നമുക്ക് കണ്ടെത്താനാകും. ഖുറാൻ്റെ 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്, മറിയത്തിൻ്റെ അമ്മ, അതായത് ഇമ്രാനിലെ സ്ത്രീ അന്നാമ, അവളെ ഗർഭത്തിൽ വെച്ചു തന്നെ ദൈവത്തിനായി സമർപ്പിച്ചു എന്നും മറിയത്തിന് ബാല്യം മുതൽ താൻ ദൈവത്തിൻ്റേതാണെന്ന ബോധ്യമുണ്ടായിരുന്നു എന്നുമാണ്. മറിയത്തിൻ്റെ അമ്മയെപ്പോലെ ഇന്നത്തെ അമ്മമാർ ഉദരത്തിൽ വെച്ച് തന്നെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ലോകത്തിലെ നേട്ടങ്ങൾ സ്വപ്നം കണ്ട് സമർപ്പിക്കാതെ ദൈവ തിരുഹിതത്തിനായി സമർപ്പിച്ചെങ്കിൽ എത്ര അനുഗ്രഹപൂർണമാകുമായിരുന്നു. കുഞ്ഞുങ്ങളെ ബാല്യം മുതൽ ഈശ്വര അവബോധത്തോടെ വളർത്തി സദ്വിചാരങ്ങൾ പുലർത്താൻ സഹായിക്കേണ്ടത് അമ്മമാരുടെ പ്രത്യേക കടമയാണ്. കുടുംബ നവീകരണത്തിലും കുഞ്ഞുങ്ങളുടെ വിശ്വാസ വളർച്ചയിലും സ്വഭാവ രൂപീകരണത്തിലും കൃപ നിറയുന്ന കുടുംബങ്ങളെ വാർത്തെടുക്കുന്നതിലും അമ്മമാരുടെ പങ്ക് വളരെ വലുതാണ്. അമ്മമാരുടെ ജീവിത മാതൃകയ്ക്കും പ്രാർത്ഥനാ ചൈതന്യത്തിനും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. കുടുംബങ്ങളുടെ നവീകരണത്തിലും ക്രിസ്തീയ പാരമ്പര്യം പറയുന്നതനുസരിച്ച് മറിയം നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യ അവതാരത്തിനായി കാത്തിരിക്കുകയും ദൈവപുത്രൻ്റെ അമ്മയാകുവാൻ ഭാഗ്യം ലഭിക്കുന്ന കന്യകയ്ക്ക് ദാസ്യവേല ചെയ്യുന്നതിനായുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. അങ്ങനെ ദൈവപുത്രനെ തനിക്കും കരങ്ങളിലെടുക്കാനുള്ള ഭാഗ്യം ലഭിക്കുമല്ലോ എന്നതായിരുന്നു അവളുടെ ചിന്ത. എന്നാൽ ദൈവം അവൾക്ക് നൽകിയ അനുഗ്രഹമോ ദൈവപുത്രനെ ഉദരത്തിൽ സ്വീകരിച്ച് ജന്മം നൽകുന്നതിനും ദൈവപുത്രൻ്റെ അമ്മയാകുന്നതിനും ദൈവപുത്രനെ ലോകത്തിന് നൽകുന്നതിനുമുള്ള ഭാഗ്യമാണ് മറിയത്തിന് ലഭിച്ചത്. ഭാഗ്യവതിയും കൃപാപൂരിതയുമായ അമ്മയുടെ സഹായത്താൽ നമുക്ക് യേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ചനുഭവിക്കാനും അനേകരോട് പങ്കുവച്ച് യേശു അനുഭവത്തിൽ സ്വയം വളരുകയും അനേകരെ വളർത്തുകയും ചെയ്യാം. പരിശുദ്ധ അമ്മയെപ്പോലെ വചനം സ്വീകരിക്കുന്നവരിൽ അത്യുന്നതൻ്റെ ശക്തി ആവസിക്കുകയും വചനം മാംസം ധരിക്കുകയും രക്ഷകനെ ലോകത്തിന് നൽകാൻ ഇടവരുകയും ചെയ്യുമെന്ന സത്യം നമുക്ക് നിരന്തരം അനുസ്മരിച്ച് ധ്യാനിക്കാം. മനുഷ്യ ചരിത്രത്തെ രക്ഷാ ചരിത്രമാക്കാൻ ദൈവത്തോട് സഹകരിച്ച പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് രക്ഷിക്കുക എന്ന സ്വർഗീയ വേലയിൽ നമുക്കും പങ്കുചേർന്ന് അനുഗ്രഹീതരാകാം. അങ്ങനെ ഈ 8 നോമ്പിൻ്റെ ദിനങ്ങളും നമ്മുടെ ജീവിതം മുഴുവനും അനുഗ്രഹപൂർണമാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ. ും മറവായി സ്ഥിതി ചെയ്ത
മന്ന നിക്ഷേപിതച്ചേ പേവോദി ആദിമശാപം തീർത്തോളാം ആദാം രക്ഷകയേ